നമസ്കാരം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് KSFE, ഈ നാടിന്റെ ധൈര്യം. മണ്ണുത്തി ഇടപ്പള്ളി ദേശീയപാതയിൽ അറ്റകുറ്റപ്പണി ആരംഭിച്ചു. ടോൾ പിരിവ് നിർത്തിവെച്ച ഹൈക്കോടതി ഉത്തരവ് സുപ്രീം കോടതി ശരിവച്ചതിന് പിന്നാലെയാണ് നടപടി. ആമ്പല്ലൂരിൽ അടിപ്പാത നിർമ്മാണം നിർത്തിവെച്ചു. അപ്രോച്ച് റോഡിലെ മണ്ണുറപ്പിക്കാൻ കഴിയാത്തതാണ് പണി നിർത്തിവെക്കാൻ കാരണം. മത്സ്യത്തൊഴിലാളികളെ ദുരിതത്തിലാക്കി കടൽമാക്രി ശല്യം രൂക്ഷം. കടലിൽ പോകാൻ കഴിയാതെ മത്സ്യത്തൊഴിലാളികൾ. കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡിന്റെ പൂപ്പത്തിയിലെ കേന്ദ്രം കാട് കയറി നശിക്കുന്നു. സാങ്കേതിക തടസ്സത്തിൽ കുരുങ്ങിയതോടെ പണം കിട്ടാതെ നിർമ്മാണം ഉപേക്ഷിച്ച് കരാറുകാരൻ. യറവ് മൃഗാശുപത്രി ശോചനീയ അവസ്ഥയിൽ. ജീവനക്കാർ ആശുപത്രിയിലെത്തുന്നത് ഇഴജന്തുക്കളെ പേടിച്ച്. വാർത്തകളിലേക്ക് വിശദമായി. ദേശീയപാതയിൽ നിർമ്മാണം നടക്കുന്ന പേരാമ്പ്ര അടിപ്പാതയ്ക്ക് സമീപമുള്ള സർവീസ് റോഡുകളിൽ റീടാറിംഗ് ആരംഭിച്ചു. അടിപ്പാത നിർമ്മാണം ആരംഭിച്ചതു മുതൽ സർവീസ് റോഡുകളിലൂടെ ഭാരവാഹനങ്ങൾ അടക്കമുള്ളവ നിരന്തരമായി കടന്നുപോകുന്നത് മൂലം പലയിടത്തും കുഴികൾ രൂപപ്പെടുകയും റോഡ് ദുർബലമാവുകയും ചെയ്ത സാഹചര്യത്തിലാണ് അധികൃതർ റീടാറിംഗ് നടത്തുന്നത്. ഓണനാളുകളിലെ ട്രാഫിക് വർധനവും ഗതാഗതക്കുരുക്കും ഒഴിവാക്കാനുള്ള മുൻകരുതൽ കൂടിയാണ് റീടാറിംഗ്. പാലിയേക്കര ടോൾ നിർത്തലാക്കിയതിനെതിരായ ഹർജി സുപ്രീം കോടതി തള്ളിയ നടപടി സ്വാഗതാർഹമെന്ന് ഹർജിക്കാരൻ ഷാജി കോടങ്കണ്ടത്ത്. സുപ്രീം കോടതിക്ക് ജനങ്ങളുടെ വികാരം മനസ്സിലാവുകയും ജനങ്ങളുടെ ദുരിതം കോടതിക്ക് ബോധ്യപ്പെടുകയും ചെയ്തു. ഇത് ജനങ്ങളുടെ വിജയമാണെന്നും ഷാജി കോടങ്കണ്ടത്ത് പറഞ്ഞു. 4 ആഴ്ചയ്ക്കകം മണ്ണുത്തി ഇടപ്പള്ളി റോഡിലെ ഗതാഗതക്കുരുക്ക് ഒഴിവാക്കാനുള്ള നടപടികൾ സ്വീകരിക്കാൻ ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടും അതൊന്നും പാലിക്കാതെ ദേശീയപാത അതോറിറ്റിയും കരാർ കമ്പനിയും തിരക്കിട്ട് സുപ്രീം കോടതിയെ സമീപിക്കുകയായിരുന്നുവെന്ന് ഹർജിക്കാരൻ ചൂണ്ടിക്കാട്ടി. സർവീസ് റോഡ് അടക്കം നന്നാക്കി റോഡ് ഗതാഗതയോഗ്യമാക്കണമെന്നാണ് ആവശ്യപ്പെട്ടത്. എന്നാൽ ഹൈക്കോടതി വിധി വന്നിട്ട് 2 ആഴ്ച കഴിഞ്ഞിട്ടും യാതൊരുവിധ പണികളും ദേശീയപാത അതോറിറ്റിയോ കരാർ കമ്പനിയോ വെഹിക്കുലർ അണ്ടർ പാസേജിന്റെ കരാറെടുത്ത PST കമ്പനിയോ ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് സുപ്രീം കോടതി പറഞ്ഞത് നിങ്ങൾ റോഡ് നന്നാക്കുക, എന്തിനാണ് അപ്പീലായിട്ട് വന്നതെന്ന് ചോദിച്ചു. മാത്രമല്ല, ആദ്യമായിട്ടാണ് സുപ്രീം കോടതിയിൽ അവിടെ ആ തീരുമാനമെടുക്കുന്ന ജഡ്ജിമാരിൽ 2 പേർക്ക് വ്യക്തിപരമായി ഈ റോഡിനെ കുറിച്ച് ഒരു ധാരണയുള്ള ഒരു കേസ് ആദ്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് സുപ്രീം കോടതി വരുന്നത്. ദേശീയപാത ടോൾ വിഷയത്തിൽ മന്ത്രിക്കും MLAയ്ക്കും MP-ക്കുമെതിരെ യൂത്ത് കോൺഗ്രസ്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്കൊപ്പം CPM-ഉം ജനകീയ വിഷയങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുകയാണെന്ന ആക്ഷേപം. ഇടപ്പള്ളി മണ്ണുത്തി ദേശീയപാതയിലെ ഗതാഗതക്കുരുക്കിൽ ടോൾ നിരോധിച്ച ഹൈക്കോടതി ഉത്തരവ് ചോദ്യം ചെയ്ത് NHAI അധികൃതർ നൽകിയ ഹർജിയിൽ സംസ്ഥാന സർക്കാരിന്റെ മൗനം സംശയാസ്പദമാണ്. 2 തവണ കേസ് സുപ്രീം കോടതിയിൽ വാദത്തിനെടുത്തപ്പോഴും സംസ്ഥാന സർക്കാരിന്റെ അഭിഭാഷകൻ ഹാജരായില്ല. ഇത് കമ്പനിയെ സഹായിക്കാനാണെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് OJ ജനീഷ് ആരോപിച്ചു. 2 തവണ ഈ കേസ് സുപ്രീം കോടതിയിൽ വാദത്തിന് വന്നു. 2 തവണയും സർക്കാരിന്റെ ഒരു ഭാഗം പറയാൻ അവിടെ ഒരാൾ പോലും ഉണ്ടായില്ല. 544 ഈ ടോളുമായി ബന്ധപ്പെട്ട ദേശീയപാത പാലിയേക്കരയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സംസ്ഥാന ഗവൺമെന്റിന്റെ ഇടപെടൽ എന്തായിരുന്നു എന്നുള്ളതിനെ സംബന്ധിച്ച് ഒരു വ്യക്തതയും ഇതുവരെയില്ല. അത് ജനങ്ങളോട് വിശദീകരിക്കാൻ വേണ്ടി പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി അല്ലെങ്കിൽ സംസ്ഥാന ഗവൺമെന്റ് തയ്യാറാകണം. നേരത്തെ ടോൾ പിരിവ് നിർത്തിവെച്ച ജില്ലാ കളക്ടറുടെ ഉത്തരവ് പിന്നീട് പിൻവലിക്കാനുണ്ടായ സാഹചര്യം സംസ്ഥാന സർക്കാരും കമ്പനിയും തമ്മിലുള്ള ഒത്തുകളിയുടെ ഭാഗമാണ്. വിഷയത്തിൽ ദേശീയപാത കടന്നുപോകുന്ന മണ്ഡലത്തിന്റെ പ്രതിനിധി കൂടിയായ റവന്യൂ മന്ത്രി K രാജനും പുതുക്കാട് MLA KK രാമചന്ദ്രനും ജനങ്ങൾക്കൊപ്പം നിന്ന് സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തിയില്ല. ജനകീയ വിഷയത്തിൽ ഇടപെടൽ നടത്തുന്നതിൽ വീഴ്ച വരുത്തിയ ഇരുവരും മാപ്പ് പറയണം. ദേശീയപാത 544 നിർമ്മാണത്തിൽ ആക്ഷേപമില്ല എന്ന കമ്പനിയുടെ വാദം സർക്കാർ അറിവോടെയാണോ എന്ന് വ്യക്തമാക്കണമെന്നും ജനീഷ് തൃശൂരിൽ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. കേരളത്തിലെ പൊതുമരാമത്ത് വകുപ്പിന് ദേശീയപാത 544 നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ആക്ഷേപമില്ല എന്നുള്ള തരത്തിലുള്ള വാദം ഉൾപ്പെടെ അവിടെ കമ്പനിയുടെ ഭാഗത്തു നിന്നുള്ള ആളുകൾ ഉന്നയിക്കുന്ന ഒരു ഘട്ടമുണ്ടായി. സംസ്ഥാന ഗവൺമെന്റിന് യാതൊരുവിധ ആക്ഷേപമില്ല എന്ന കമ്പനിയുടെ വാദം സംസ്ഥാന സർക്കാരിന്റെ അറിവോട് കൂടിയാണോ എന്നുള്ളൊരു ചോദ്യം ഇവിടെ അവശേഷിക്കുകയാണ്. വോട്ട് കൊള്ള വിഷയത്തിന് സമാനമായി ടോൾ വിഷയത്തിലും തൃശൂർ MP കൂടിയായ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി നിശബ്ദത പാലിക്കുകയാണ്. സമാനമായ വിട്ടുനിൽക്കലാണ് CPM-ഉം CPI-യും വിഷയത്തിൽ നടത്തുന്നതെന്നും ജനീഷ് കുറ്റപ്പെടുത്തി. വിഷയത്തിൽ ദേശീയപാത അതോറിറ്റിയുടെ കുറ്റകരമായ വീഴ്ചകൾക്കും അശാസ്ത്രീയ നിർമ്മാണങ്ങൾക്കുമെതിരെ നിയമപോരാട്ടം തുടരുമെന്നും ജനീഷ് അറിയിച്ചു. TCV തൃശൂർ. എറണാകുളം തൃശൂർ ദേശീയപാതയിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ മൂലം യാത്രക്കാരുടെ ദുരിതം കുറയ്ക്കാൻ നടപടി സ്വീകരിക്കണമെന്ന് ചൂണ്ടിക്കാട്ടി ബെന്നി ബെഹന്നാൻ MP റെയിൽവേ സഹമന്ത്രി റവനീത് സിംഗിന് നിവേദനം നൽകി.
എറണാകുളം തൃശൂർ റൂട്ടിൽ പ്രത്യേക ട്രെയിൻ സർവീസ് ആരംഭിക്കണമെന്നും നിലവിലുള്ള പാസഞ്ചർ സർവീസുകളിൽ കോച്ചുകൾ വർദ്ധിപ്പിക്കണമെന്നും MP നിവേദനത്തിൽ ആവശ്യപ്പെട്ടു. 3 ദിവസം മഴ വിട്ടുനിന്നതോടെ അടിപ്പാത നിർമ്മാണം നടക്കുന്ന ദേശീയപാതയിലെ പ്രദേശങ്ങളെല്ലാം പൊടിയുടെ പിടിയിലായി. മുരിങ്ങൂർ ജംഗ്ഷനിലാണ് പൊടിശല്യം അതിരൂക്ഷം. വാഹനങ്ങൾ പോകുന്നതിനിടെ ഉയരുന്ന പൊടി കടകളിലേക്കും സമീപത്തെ വീടുകളിലേക്കും എത്തുന്നത് പതിവായി. വ്യാപാര സ്ഥാപനങ്ങളിൽ ആർക്കും ഇരിക്കാൻ കഴിയാത്ത സ്ഥിതിയാണ്. ഹോട്ടലുകൾക്കാണ് ദുരിതം കൂടുതൽ. അടിപ്പാത നിർമ്മാണത്തിനായി ഇറക്കിയ മണ്ണ് മഴയിൽ റോഡിലേക്ക് ഒലിച്ചിറങ്ങിയതാണ് പൊടിശല്യം രൂക്ഷമാകാൻ കാരണം. ആമ്പല്ലൂരിലെ അടിപ്പാത നിർമ്മാണം നിർത്തിവെച്ചു. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ മഴയെ തുടർന്ന് അപ്രോച്ച് റോഡിലെ മണ്ണ് ഉറപ്പിക്കാൻ കഴിയാത്തതാണ് പണി നിർത്തിവെക്കാൻ കാരണം. ബോക്സിന് ഇരുവശത്തുമായി മണ്ണിട്ട ശേഷം റോളർ ഉരുട്ടി ഉറപ്പിക്കണം. എന്നാൽ മഴവെള്ളമിറങ്ങി മണ്ണിന് ഇളക്കം സംഭവിച്ചതോടെ അടിത്തട്ട് ഉറപ്പില്ലാത്ത സ്ഥിതിയിലായി. മഴ മാറിയ ശേഷം പാലത്തിന്റെ അടിത്തട്ടിലെ മണ്ണ് ഉറപ്പിച്ച ശേഷം മാത്രമേ ഇനി അനുബന്ധ റോഡിന്റെ പണി ആരംഭിക്കാനാകൂ എന്നാണ് ദേശീയപാത അതോറിറ്റി പറയുന്നത്. സെപ്റ്റംബർ അവസാനത്തോടെ അടിപ്പാതയുടെ പണി പുനരാരംഭിക്കുമെന്ന് NHA ഡയറക്ടർ അൻസിൽ ഹസൻ പറഞ്ഞു. കഴിഞ്ഞ സെപ്റ്റംബർ മാസത്തിൽ ആരംഭിച്ച അടിപ്പാതയുടെ പണി കരാർ പ്രകാരമുള്ള 11 മാസം കഴിഞ്ഞിട്ടും എങ്ങുമെത്താതെ നിൽക്കുകയാണ്. മത്സ്യത്തൊഴിലാളികളെ ദുരിതത്തിലാക്കി കടപ്പുറം മുനക്കക്കടവ് തീരത്ത് കടൽമാക്രികളുടെ വിളയാട്ടം. വലകൾ നശിപ്പിച്ചതുമൂലം ലക്ഷങ്ങളുടെ നഷ്ടമാണ് സംഭവിച്ചത്. വലയെറിയുമ്പോൾ മീനിനു പകരം കുടുങ്ങുന്ന കടൽമാക്രികൾ വല മുഴുവൻ കടിച്ചു നശിപ്പിക്കുന്ന അവസ്ഥയാണ്. ലക്ഷക്കണക്കിന് രൂപ വില വരുന്ന വലകളാണ് നശിച്ചത്. 100 കണക്കിന് മത്സ്യത്തൊഴിലാളികൾ ഏറെ പ്രയാസപ്പെട്ടാണ് പൊട്ടിയ വലകൾ തുന്നിച്ചേർക്കുന്നത്. ജൂൺ മുതൽ ഓഗസ്റ്റ് വരെയുള്ള കാലയളവിലാണ് ഏറ്റവും കൂടുതൽ മീൻ കിട്ടുന്നത്. എന്നാൽ സീസണായിട്ടും കടൽമാക്രികളുടെ ശല്യം കാരണം കടലിൽ പോകാൻ കഴിയാത്തതിന്റെ പ്രയാസത്തിലാണ് മത്സ്യത്തൊഴിലാളികളും ബോട്ടുടമകളും. വിവരമറിഞ്ഞ മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് പ്രവർത്തകർ സ്ഥലം സന്ദർശിച്ചു. മത്സ്യത്തൊഴിലാളികൾക്ക് അർഹമായ ആനുകൂല്യങ്ങളും നഷ്ടപരിഹാരവും നൽകണമെന്ന് മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് CV സുരേന്ദ്രൻ മരക്കാർ പറഞ്ഞു. 100 കണക്കിന് മത്സ്യത്തൊഴിലാളികളും ഏതാണ്ട് 100-ൽ പരം വള്ളങ്ങൾ ഈ കടവത്ത് കെട്ടിയിട്ടിരിക്കുന്ന ഒരു സാഹചര്യം. ആ വലകളൊക്കെ റിപ്പയർ ചെയ്ത് വരുമ്പോഴത്തേക്ക് കടത്തിൽ നിന്ന് കടത്തിലേക്ക് കടന്നു പോകുന്ന ആ മത്സ്യത്തൊഴിലാളി സമൂഹം അവർക്ക് ജീവിക്കാൻ കഴിയാത്ത വലിയ ദുരന്തത്തെ നേരിടുകയാണ്. ഈ സാഹചര്യത്തിൽ ബന്ധപ്പെട്ട ഭരണാധികാരികൾ മത്സ്യത്തൊഴിലാളികളെ പരിരക്ഷിക്കാൻ ഇതിൻ്റെ നഷ്ടവും കഷ്ടവും കണക്കാക്കി മത്സ്യത്തൊഴിലാളികളെ സഹായിക്കാനുള്ള ധാർമ്മികമായ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കണം. മുഹമ്മദീൻ, KK വേദുരാജ്, KD വീരമണി, AM അലാവുദ്ദീൻ, C മുസ്താഖ് അലി, അഡ്വക്കേറ്റ് നളിനാക്ഷൻ ഇരട്ടപ്പുഴ എന്നിവരും ഒപ്പമുണ്ടായിരുന്നു. TCV ന്യൂസ്, ചാവക്കാട്. സാങ്കേതിക തടസ്സത്തിൽ കുരുങ്ങിയതോടെ പണം കിട്ടാതെ കരാറുകാരൻ ഉപേക്ഷിച്ച കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡിന്റെ പൂപ്പത്തിയിലെ കേന്ദ്രം കാടുകയറി നശിക്കുന്നു. ഭരണാനുമതി ലഭിക്കാതെ ടെൻഡർ നടത്തി കെട്ടിടത്തിന്റെ നിർമ്മാണം തുടങ്ങിയെങ്കിലും പണം കിട്ടാത്തതിനാൽ കരാറുകാരൻ ഉപേക്ഷിക്കുകയായിരുന്നു. എഞ്ചിനീയറിംഗ് വിഭാഗത്തിന്റെ അനാസ്ഥയിലാണ് ഭരണാനുമതി ലഭിക്കാതെ ടെൻഡർ നടത്തിയത്. VR സുനിൽകുമാർ MLAയുടെ മണ്ഡലം ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 30 ലക്ഷം രൂപയുടെ പദ്ധതിയാണ് പാതിവഴിയിൽ മുടങ്ങിക്കിടക്കുന്നത്. മുൻ വർഷത്തെ പദ്ധതിക്ക് സർക്കാരിന്റെ പ്രത്യേക അനുമതി നേടിയ ശേഷമാണ് നടപടികൾ തുടങ്ങിയത്. ഈ പ്രത്യേകാനുമതി ഭരണാനുമതിയായി കണക്കാക്കിയതാണ് എഞ്ചിനീയറിംഗ് വിഭാഗത്തിന് പിഴവുണ്ടായത്. 2022 ഒക്ടോബർ 22-നാണ് നിർമ്മാണം തുടങ്ങിയത്. കരാറുകാരനായ സിൽവി റോച്ച നിർമ്മാണത്തിനായി 18 ലക്ഷം രൂപ ഇതിനകം ചിലവഴിച്ചിട്ടുണ്ട്. ഇതിൽ 8.47 ലക്ഷം രൂപയുടെ ആദ്യ ബില്ല് നൽകിയത് അനുവദിക്കാതെ വന്നപ്പോഴാണ് നിർമ്മാണം ഉപേക്ഷിച്ചത്. 2 വർഷമായി നിർമ്മാണം നിലച്ചപ്പോൾ കെട്ടിടം കാടുകയറിയ അവസ്ഥയിലാണ്. ഇനി മേൽക്കൂര, കോൺക്രീറ്റിംഗ്, പ്ലാസ്റ്ററിംഗ്, ജനൽപാളികൾ നിർമ്മിക്കൽ എന്നിവയാണ് ശേഷിക്കുന്നത്. ആദ്യ ബില്ല് നൽകിയ ശേഷം 6 മാസം ഓഫീസുകൾ കയറിയിറങ്ങിയിട്ടും ഫലമില്ലാതായപ്പോഴാണ് കരാറുകാരൻ നിർമ്മാണം ഉപേക്ഷിച്ചത്. അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചയായതിനാൽ കരാറുകാരനെതിരെ നിയമ നടപടി സ്വീകരിക്കാനും കഴിയില്ല. കരാറുകാരൻ രേഖാമൂലം കത്ത് നൽകിയാണ് നിർമ്മാണം ഉപേക്ഷിച്ചിരിക്കുന്നത്. പൊയ്യ പഞ്ചായത്തിലെ പൂപ്പത്തിയിൽ 1982 ആരംഭിച്ച ഖാദി നൂല് നെയ്ത്ത് കേന്ദ്രത്തിന്റെ പ്രതാപകാലം അവസാനിച്ചിരിക്കെയാണ് പുതിയ കെട്ടിടം നിർമ്മാണം തുടങ്ങിയത്. സ്ത്രീകൾ മാത്രം ജോലി ചെയ്യുന്ന ഈ കേന്ദ്രം പുതിയ കെട്ടിടത്തിലേക്ക് മാറുന്നത് തൊഴിലാളികൾ ഏറെ പ്രതീക്ഷയോടെയാണ് കാത്തിരുന്നത്. TCV ന്യൂസ്, മാള. ശോചനീയാവസ്ഥയിലായ എറവ് മൃഗാശുപത്രിയിൽ ഭീതിയോടെ ജോലി ചെയ്യേണ്ട ഗതികേടിലാണ് ഡോക്ടർ അടക്കമുള്ള 4 വനിതകൾ. ഇടയ്ക്കിടെ കയറി വരുന്ന പാമ്പുകളെ പേടിച്ചാണ് ഇവർ ജോലി ചെയ്യുന്നത്. അരിമ്പൂർ പഞ്ചായത്തിന്റെ കീഴിലുള്ള എറവിലെ മൃഗാശുപത്രിയുടെ പല ഭാഗങ്ങളും തകർന്ന നിലയിലാണ്. മൃഗാശുപത്രി കെട്ടിടത്തിന്റെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച് തർക്കം നിലനിൽക്കുന്നതിനാൽ അറ്റകുറ്റപ്പണി നടത്താനും സാധിക്കുന്നില്ല. മൃഗാശുപത്രിയിൽ മുറികൾക്ക് മുകളിലുള്ള വിടവിലൂടെയും ശുചിമുറിയിലെ ദ്വാരങ്ങൾക്കിടയിലൂടെയും പലപ്പോഴും പാമ്പുകൾ ഇഴഞ്ഞെത്താറുണ്ട്. ആശുപത്രിയോട് ചേർന്നുള്ള കിണറും പാമ്പുകളുടെ താവളമാണ്. കെട്ടിടത്തിന്റെ പല ഭാഗങ്ങളും നശിച്ചു തുടങ്ങി. മൃഗാശുപത്രി സ്ഥിതി ചെയ്യുന്ന സ്ഥലം സംബന്ധിച്ച് അരിമ്പൂർ പഞ്ചായത്തും
എറവ് മഹാവിഷ്ണു ക്ഷേത്രവുമായുള്ള ഉടമസ്ഥാവകാശ തർക്കം കോടതിയിലാണ്. ക്ഷേത്രം ഭാരവാഹികൾ കേസിന് പോയത് കാരണമാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ മുടങ്ങാൻ കാരണമെന്ന് അരിമ്പൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CG സജീഷ് പറഞ്ഞു. 2021-22 ഫണ്ട് വെച്ചുകൊണ്ട് നിർമ്മാണത്തിന് വന്ന പണിക്കാരെ തടയുന്ന ഒരു സ്ഥിതി ഉണ്ടായി. നിയമപരമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അതിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയാത്തത്. പഞ്ചായത്ത് ഇപ്പോഴും അതിൻ്റെ നിർമ്മാണത്തിന് അതല്ലെങ്കിൽ അതിൻ്റെ മെയിൻ്റനൻസ് ചെയ്യാൻ തയ്യാറാണ്. അതിനുശേഷം നിയമപരമായിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള എതിരായിട്ടുള്ള വിധി വന്നാൽ അത് ആ തരത്തിൽ ആ വിധിക്കനുസരിച്ച് പോകുവാനും പഞ്ചായത്ത് തയ്യാറാണ്. 2 മുറികൾക്ക് മാത്രമാണ് മൃഗാശുപത്രിയിൽ സീലിംഗ് ഉള്ളത്. ബാക്കിയുള്ള ഭാഗം ഷീറ്റ് മേഞ്ഞതാണ്. ഇതിന്റെ പല ഭാഗവും അടിഭാഗം പട്ടിക ദ്രവിച്ച് തലയിൽ വീഴാവുന്ന സ്ഥിതിയിലാണ്. ക്ഷേത്രത്തിന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്ത് നികുതി അടയ്ക്കുന്നതടക്കം തങ്ങളാണെന്നും മൃഗാശുപത്രിയുടെ ശോചനീയാവസ്ഥ പരിഹരിക്കാമെന്ന് അറിയിച്ചിട്ടും പഞ്ചായത്ത് അധികൃതർ ചെവി കൊണ്ടില്ലെന്നുമാണ് ക്ഷേത്രം ഭാരവാഹികൾ പറയുന്നത്. കേരള ഹൈക്കോടതിയുടെ ഉത്തരവ് പ്രകാരം കളക്ടർ ഇടപെടുകയും ജില്ലാ കളക്ടർ ഇടപെടുകയും അതനുസരിച്ച് ഈ ഭൂമിയുടെ കാലാകാലങ്ങളിലുള്ള നികുതി ക്ഷേത്രം കമ്മിറ്റി അടച്ചു വരുന്നതാണ്. ഈ മൃഗാശുപത്രിയുടെ സുരക്ഷിതത്വം ഉറപ്പാക്കാനായിട്ട് അതിൻ്റെ കാലാകാലങ്ങളിൽ റിപ്പയർ നടത്താനായി ക്ഷേത്ര കമ്മിറ്റിയുടെ സമ്മതം കോടതിയിൽ അറിയിച്ചിട്ടുള്ളതാണ്. പക്ഷേ പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് വേണ്ടത്ര സമ്മതം കിട്ടാത്തത് കൊണ്ടാണ് ആ വർക്ക് നടക്കാത്തത്. മൃഗങ്ങളുമായി എത്തുന്നവർക്ക് കാര്യമായ മറ്റ് അസൗകര്യങ്ങളോ മരുന്നിന് ക്ഷാമമോ ഇല്ലെങ്കിലും ആശുപത്രി കെട്ടിടത്തിന്റെ ശോചനീയാവസ്ഥ പരിഹരിച്ച് അപകട സാധ്യത ഇല്ലാതാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. TCV തൃശൂർ. കൂടുതൽ വാർത്തകളിലേക്ക് തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. പൂരത്തിന്റെയും പുലിക്കളിയുടെയും നാടായ തൃശൂരിലെ ശക്തൻ തമ്പുരാന്റെ തട്ടകത്തിൽ ജോസ്കോ ഗോൾഡ് ടവർ തിളക്കമേറിയ പുതിയ രൂപത്തിൽ. സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 55% കിഴിവ്. ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 60% വരെ കിഴിവ്. മണിക്കൂറുകൾ തോറുമുള്ള നറുക്കെടുപ്പിലൂടെ ഗോൾഡ് കോയിൻ, ഗൃഹോപകരണങ്ങൾ തുടങ്ങിയ ഉറപ്പായ സമ്മാനങ്ങൾ. നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി സ്വിഫ്റ്റ് കാർ. ജോസ്കോ ജ്വല്ലേഴ്സ്, ഗോൾഡ് ടവർ, പാലസ് റോഡ്, തൃശൂർ. ലിയോസിൽ ഓണപ്പൂരം കൊടിയേറി മക്കളെ. എല്ലാ ആഴ്ചയും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് സ്വർണ്ണ നാണയം സമ്മാനം. അത്തം മുതൽ തിരുവോണം വരെ എല്ലാ പർച്ചേസിനും ഉറപ്പായ സമ്മാനം. കഴിഞ്ഞില്ല, വിവാഹ പാർട്ടികൾക്ക് വെറും 1% മാത്രം നൽകി അഡ്വാൻസ് ബുക്ക് ചെയ്യാനുള്ള സുവർണ അവസരവും. അപ്പൊ വേഗമാവട്ടെ, ഓണപ്പൂരം അടിപൊളിയാക്കാം. ഏവർക്കും ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഓണാശംസകൾ. ചിലതൊന്നും ചിലർക്കങ്ങോട്ട് ദഹിക്കത്തില്ല. ഇത് ഉപയോഗിച്ചാൽ മതി. ഹരിതാറ്റോ ദഹനത്തിനും ആരോഗ്യത്തിനും ബെസ്റ്റാ. ലക്ഷ്മിക്കുട്ടി, ഇതെന്റെ പഠനത്തിനായിട്ട് അമ്മ വെക്കാൻ തന്നത്. ഞാനിത് ജുവലറൊക്കെ കൊണ്ട് പണയം വെച്ചു. അവിടെ ആവുമ്പോ കുറഞ്ഞ പലിശയ്ക്ക് കൂടുതൽ പണം കിട്ടും. വിശ്വസിക്കാൻ ഒരു പാരമ്പര്യമുണ്ട്. ജുവൽ റോക്ക് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്, കേരള, തമിഴ്നാട്. വീണ്ടും വാർത്തകളിലേക്ക്. ഇഴജന്തുക്കളും വൻമരങ്ങളും കാരണം കുന്നംകുളം കാണിപ്പയ്യൂരിൽ അങ്കനവാടി അപകട ഭീഷണിയിൽ. നിരന്തരം നാളികേരം വീണ് അങ്കനവാടിയുടെ ഷീറ്റുകൾ തകർന്ന നിലയിലാണ്. അങ്കനവാടിയോട് ചേർന്നുള്ള സമീപത്തെ സ്വകാര്യ വ്യക്തിയുടെ കാട് പിടിച്ചു കിടക്കുന്ന പറമ്പിൽ നിന്ന് ഇഴജന്തുക്കളും കുറുനരിയും ഉൾപ്പെടെയുള്ളവ അങ്കനവാടിയിലേക്ക് വരുന്നതിനാൽ ഇതും ഭീതി സൃഷ്ടിക്കുന്നുണ്ട്. നഗരസഭാ അധികൃതർക്കും വാർഡ് കൗൺസിലർക്കും പരാതി നൽകിയിട്ടും നടപടി ഉണ്ടായില്ലെന്നും സംഭവത്തിൽ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. കയ്പമംഗലം കുരിക്കുഴിയിൽ എരുമ വിരണ്ടോടിയത് പരിഭ്രാന്തി പരത്തി. കൊപ്രക്കളം ഭാഗത്തു നിന്നാണ് എരുമ ഓടി വന്നത്. സലഫി നഗർ, കുരിക്കുഴി, 18 മുറി, പഞ്ഞമ്പള്ളി തുടങ്ങിയ സ്ഥലങ്ങളിലാണ് എരുമ വിരണ്ടോടിയത്. എരുമ ഒരാളെ ആക്രമിക്കാൻ ശ്രമിച്ചതായും പറയുന്നു. പൈങ്കുളം റെയിൽവേ ഗേറ്റിന് സമീപം സ്ഥാപിച്ചിരിക്കുന്ന സ്പീഡ് ബ്രേക്ക് ജനങ്ങൾക്ക് ദുരിതമാകുന്നതായി പരാതി. ഇരുചക്ര വാഹനങ്ങൾ വീഴുകയും മറ്റു വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കുന്നതായുമാണ് പരാതി. ചെറുതുരുത്തി പൈങ്കുളം വഴി ചേലക്കരയിലേക്ക് പോകുന്ന റൂട്ടിലെ പൈങ്കുളം റെയിൽവേ ഗേറ്റിന് സമീപം വാഹനങ്ങൾ വേഗം കുറയ്ക്കാൻ വേണ്ടിയാണ് റെയിൽവേ അധികൃതർ സ്പീഡ് ബ്രേക്ക് സംവിധാനം ഒരുക്കിയത്. എന്നാൽ പൈങ്കുളം ഭാഗത്ത് നിന്ന് ചെറുതുരുത്തി ഭാഗത്തേക്ക് പോകുന്ന സ്ഥലത്ത് 2 ഹമ്പുകൾ ആദ്യം റെയിൽവേ റോഡിൽ ഒരുക്കിയിരുന്നു. ഇതുകൂടാതെയാണ് പുതിയ ഹമ്പും സ്ഥാപിച്ചിരിക്കുന്നത്. റിഫ്ലക്ഷൻ ലൈറ്റുകളോ മറ്റു സംവിധാനങ്ങളും ഒരുക്കാത്തതിനാൽ വാഹനങ്ങൾ അപകടത്തിൽപ്പെടാൻ സാധ്യതയുണ്ടെന്ന് നാട്ടുകാർ ചൂണ്ടിക്കാട്ടി. വടക്കാഞ്ചേരിയിലെ സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിൽ മുക്കുപണ്ടം പണയം വെച്ച് 12 ലക്ഷത്തിലധികം രൂപ തട്ടിയ കേസിൽ യുവതി പിടിയിലായി. പീച്ചി സ്വദേശിനി ശ്രീപ്രിയയാണ് പിടിയിലായത്. കഴിഞ്ഞ ദിവസം വടക്കാഞ്ചേരിയിലെ സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിലെത്തിയ യുവതി 188 ഗ്രാം മുക്കുപണ്ടം പണയം വെച്ച് 12,35,000 രൂപ തട്ടിയെടുത്തുവെന്നാണ് കേസ്. വടക്കാഞ്ചേരി SI കെ ശരത്തിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് യുവതിയെ പിടികൂടിയത്.
തൃശൂർ നാട്ടികയിൽ കൗതുകവും വേദനയും നിറച്ച് ഇരട്ടത്തലയുള്ള പശുക്കുട്ടി. നാട്ടിക എസ് എൻ കോളേജിന് കിഴക്ക് ചിരിയാട്ട് ഗണേശന്റെ വീട്ടിലെ പശുവിന്റെ 2ാം പ്രസവത്തിലാണ് ഇരട്ടത്തലയുള്ള പശുക്കുട്ടി പിറന്നത്. തിങ്കളാഴ്ച വൈകിട്ടാണ് പശു പ്രസവിച്ചത്. പ്രസവിക്കാറായ പശു അസ്വസ്ഥത കാണിച്ചപ്പോൾ ഒരു സഹായിയെ വിളിച്ചു. തുടർന്ന് വെറ്റിനറി ഡോക്ടറെ വിളിച്ചു വരുത്തി പശുക്കുട്ടിയെ പുറത്തെടുക്കുകയായിരുന്നു. 2 തലയുടെ ഭാരം കാരണം പശുക്കുട്ടിക്ക് എഴുന്നേറ്റ് നിൽക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. നാട്ടിക മൃഗാശുപത്രിയിലെ വെറ്റിനറി ഡോക്ടർ സ്ഥലത്തെത്തി പശുക്കുട്ടിയെ പരിശോധിച്ചു. നിലവിൽ ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല. പശുക്കുട്ടിക്ക് പാൽ കറന്ന് വായിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. 30 വർഷമായി ഗണേശനും ഭാര്യയ്ക്കും പശു വളർത്തലുണ്ട്. നിരവധി ആളുകൾ പശുക്കുട്ടിയെ കാണാൻ ഇവിടെ എത്തുന്നുണ്ട്. TCV ന്യൂസ്, തൃപ്രയ. അടച്ചുപൂട്ടിയ അളഗപ്പ NTC മിൽ തുറന്നു പ്രവർത്തിക്കാത്തതിൽ പ്രതിഷേധിച്ച് തൊഴിലാളികൾ മാനേജ്മെന്റ് ജീവനക്കാരെ തടഞ്ഞു. സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. തുടർന്ന് മിൽ ഗേറ്റിന് മുൻപിൽ തൊഴിലാളികൾ നടത്തിയ ധർണ DCC ജനറൽ സെക്രട്ടറി K. ഗോപാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. AITUC യൂണിയൻ ജനറൽ സെക്രട്ടറി K. ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. 8 മാസത്തെ ശമ്പള കുടിശ്ശിക നൽകുക, പിരിഞ്ഞുപോയവർക്ക് ഗ്രാറ്റുവിറ്റി നൽകുക, ESI ആനുകൂല്യം നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ധർണ. 5.5 വർഷമായി അടച്ചുപൂട്ടിയ അളഗപ്പ ടെക്സ്റ്റൈൽ മിൽ ഉൾപ്പെടെയുള്ള NTC മില്ലുകൾ തുളസീദാസ്, K. രാധാകൃഷ്ണൻ, MG ജുനീഷ്, ER മുരളി തുടങ്ങിയവർ സംസാരിച്ചു. പുതുക്കാട് SHOയുടെ നേതൃത്വത്തിൽ പോലീസ് സംഘവും സ്ഥലത്തെത്തിയിരുന്നു. പെരിഞ്ഞനം പൊന്മാനിക്കുടത്ത് കഴിഞ്ഞ ദിവസം പുഴയിൽ വീണ ബൈക്ക് യാത്രികനെ കണ്ടെത്താനായില്ല. ഇരിങ്ങാലക്കുട ഫയർഫോഴ്സും ചാലക്കുടിയിൽ നിന്നുള്ള സ്കൂബ ടീമുമാണ് കനോലി കനാലിൽ തെരച്ചിൽ നടത്തിയത്. പൊന്മാനിക്കുടം പുന്നക്കത്തറ ബാബുരാജിന്റെ മകൻ അഖിൽരാജിനെയാണ് കഴിഞ്ഞ ദിവസം രാത്രി പുഴയിൽ കാണാതായത്. അഖിൽരാജ് ബൈക്ക് ഓടിച്ചു വന്ന് നേരെ പൊന്മാനിക്കുടം കടവിൽ കനോലി കനാലിൽ വീഴുകയായിരുന്നുവെന്ന് പറയുന്നു. മാളയിൽ KSRTC ബസ്സും കാറും കൂട്ടിയിടിച്ച അപകടം, ആർക്കും പരിക്കില്ല. മാളയിൽ നിന്നും കൊടകരയിലേക്കുള്ള KSRTC ബസ്സും ചാലക്കുടിയിൽ നിന്നും പുത്തൻവേലിക്കര ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാറും തമ്മിലാണ് കൂട്ടിയിടിച്ചത്. അപകടത്തിൽ ബസിന്റെയും കാറിന്റെയും മുൻഭാഗം ഭാഗികമായി തകർന്നു. പാലക്കലിൽ സ്വകാര്യ ബസ്സുകൾ കൂട്ടിയിടിച്ച അപകടത്തിൽ ബസ് ഡ്രൈവർ ഉൾപ്പെടെ യാത്രക്കാർക്ക് നിസാര പരിക്കേറ്റു. കൊടുങ്ങല്ലൂരിൽ നിന്ന് തൃശൂരിലേക്ക് വരികയായിരുന്ന വേദൻ ബസ്സും കൊടുങ്ങല്ലൂർക്ക് പോവുകയായിരുന്ന ശില്പി ബസ്സുമാണ് കൂട്ടിയിടിച്ചത്. വെങ്ങിശ്ശേരി റോഡിൽ നിന്ന് അമിത വേഗതയിലെത്തിയ കാറാണ് അപകടത്തിനിടയാക്കിയത്. അതിരപ്പള്ളി റോഡിൽ തുമ്പൂർമൊഴി 10-6 തുമ്പിക്കൈയില്ലാത്ത ആനക്കുട്ടി ഇറങ്ങി. മുതിർന്ന ആനകളോടൊപ്പം റോഡ് മുറിച്ചു കടക്കുകയായിരുന്നു. അതുവഴി വന്ന ആളുകൾ ആനക്കുട്ടിയുടെ ദൃശ്യങ്ങൾ പകർത്തുകയും ചെയ്തു. 8 ആനകളാണ് പുഴയിൽ നിന്ന് കയറി കാട്ടിലേക്ക് പോയത്. തുമ്പിക്കൈ വായുടെ ഭാഗത്ത് വെച്ച് നഷ്ടപ്പെട്ട കുട്ടിയാനയെ 2 വർഷം മുൻപാണ് പ്ലാന്റേഷനിൽ കണ്ടു തുടങ്ങിയത്. ഗുരുവായൂർ ദേവസ്വം ഭരണസമിതി സ്ഥിരാംഗമായി സാമൂതിരി കേരളവർമ്മ രാജ വെള്ളിയാഴ്ച ചുമതലയേൽക്കും. വൈകിട്ട് 5-ന് ശ്രീ ഗുരുവായൂരപ്പൻ ഓഡിറ്റോറിയത്തിൽ ദേവസ്വം കമ്മീഷണർ MG രാജമാണിക്യം സത്യവാചകം ചൊല്ലിക്കൊടുക്കും. സാമൂതിരിയെ നാമനിർദ്ദേശം ചെയ്തുകൊണ്ടുള്ള സർക്കാർ വിജ്ഞാപനം ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ OB അരുൺകുമാർ വായിക്കും. ഈ രേഖകളിൽ ഒപ്പുവെച്ച ശേഷം പുതിയ അംഗം ഭരണസമിതി അംഗമായി സത്യപ്രതിജ്ഞ ചെയ്യും. ഗുരുവായൂർ ദേവസ്വത്തിലെ 9 അംഗ ഭരണസമിതിയിൽ 3 സ്ഥിരാംഗങ്ങളാണുള്ളത്. തന്ത്രി, ഊരാളൻ, സാമൂതിരി എന്നിവരുടെ പ്രതിനിധികളാണ് സ്ഥിരം അംഗങ്ങൾ. സാമൂതിരിയുടെ പ്രതിനിധിയായിരുന്ന ഉണ്ണി അനുജൻ രാജ തീപ്പെട്ടതിനെ തുടർന്നാണ് കേരളവർമ്മ രാജയെ ഭരണസമിതി അംഗമായി തെരഞ്ഞെടുത്തത്. കഴിഞ്ഞ ദിവസം ഭരണസമിതി അംഗമായി ചുമതലപേറ്റ KS ബാലഗോപാൽ അടക്കം 8 അംഗങ്ങളാണ് നിലവിലുള്ളത്. ഒരംഗത്തിന്റെ കൂടി ഒഴിവ് നികത്തേണ്ടതുണ്ട്. കാർ തട്ടിയതിനെ തുടർന്നുണ്ടായ തർക്കത്തിൽ കാർ യാത്രക്കാരനെ ആക്രമിച്ച കേസിൽ 2 പ്രതികളെ ഇരിങ്ങാലക്കുട പോലീസ് അറസ്റ്റ് ചെയ്തു. കൊറ്റനല്ലൂർ കുതിരത്തടം സ്വദേശി വേലംപറമ്പിൽ വീട്ടിൽ അബ്ദുൾ ഷാഹിദ്, കൊറ്റനല്ലൂർ പട്ടേപ്പാടം സ്വദേശി തൈപ്പറമ്പിൽ വീട്ടിൽ നിഖിൽ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. കോണത്തുകുന്ന് പുത്തൻചിറ സ്വദേശി കുട്ടിക്കൽ വീട്ടിൽ മുഹമ്മദ് സിദ്ദിഖിന്റെ ബന്ധുവിന്റെ കാറിൽ കേസിലെ 1-ാം പ്രതിയായ മുരിയാട് സ്വദേശി ഉള്ളാട്ടിക്കുളം വീട്ടിൽ മിൽജയുടെ കാർ തട്ടിയത് ചോദ്യം ചെയ്തുള്ള വൈരാഗ്യത്തിൽ സിദ്ദിഖിനെയും സുഹൃത്തുക്കളെയും ഭീഷണിപ്പെടുത്തി ആക്രമിച്ച് പരിക്കേൽപ്പിച്ച സംഭവത്തിലാണ് അറസ്റ്റ്. പുലിയുടെ ആക്രമണത്തിൽ നിന്നും മനുഷ്യജീവൻ സംരക്ഷിക്കുക, പുലിയെ പിടിക്കാൻ കൂട് സ്ഥാപിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് അതിരപ്പള്ളി പഞ്ചായത്തിലെ LDF ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ ഫോറസ്റ്റ് സ്റ്റേഷന് മുന്നിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു. കൊന്നക്കുഴി ഡെപ്യൂട്ടി ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിന് മുന്നിലായിരുന്നു സമരം. പ്രതിഷേധത്തെ തുടർന്ന് പരിയാരം ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ സ്ഥലത്തെത്തി സമരക്കാരുമായി ചർച്ച നടത്തി. വെറ്റിലപ്പാറ പോസ്റ്റ് ഓഫീസ് പരിസരത്ത് 5 ദിവസത്തിനകം കൂട് സ്ഥാപിക്കുമെന്നും പുഴയോരത്തെ ഫെൻസിംഗ് നിർമ്മാണം സെപ്റ്റംബർ മാസം അവസാനത്തോടെ പൂർത്തീകരിക്കുമെന്നും ഉറപ്പു നൽകിയതിനെ തുടർന്ന് സമരം അവസാനിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം ജനീഷ് P. ജോസ് സമരം ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് KK റിജേഷ്, സൗമിനി മണിലാൽ, CC കൃഷ്ണൻ, ആതിര ദേവരാജൻ, KK സന്തോഷ്, KS സതീഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. മാക്സുകൾ തയ്ക്കുന്ന തിരക്കിലാണ് മരത്തംകോട് സ്കൂളിലെ NSS വിദ്യാർത്ഥികൾ. വൃദ്ധസദനത്തിലെ മുത്തശ്ശിമാർക്ക് ഓണക്കോടിയായി നൽകുവാനാണ് ഇവർ മാക്സുകൾ തയ്ക്കുന്നത്.
സ്കൂളിലെ NSS വളണ്ടിയർമാരും സൂചിയും നൂലും എന്ന പേരിലുള്ള തയ്യൽ യൂണിറ്റിലെ അംഗങ്ങളുമായ ഹംദ, റോമിത്, ലിയ, നിവേദ്യ കൃഷ്ണ, മിസ്ന എന്നിവരാണ് മാക്സികൾ തയ്ക്കുന്നത്. ചിറമനേങ്ങാട് കനിവ വൃദ്ധസദനത്തിലെ 20 മുത്തശ്ശിമാർക്കാണ് ഇവർ ഓണക്കോടിയായി മാക്സികൾ സമ്മാനിക്കുന്നത്. വിനീത മിസ് ഇതുപോലെ ഒരു ആശയം പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് വലിയ ധൈര്യമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഞങ്ങളെ ലാബ് അസിസ്റ്റന്റ് ലിജി ചേച്ചി തുണിയൊക്കെ വെട്ടിത്തരാന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് ധൈര്യം കിട്ടി. ഇപ്പോ ഞങ്ങൾ അളവെടുക്കാൻ വേണ്ടി പോയപ്പോ ഓരോരുത്തരുടെ ആഗ്രഹങ്ങൾ പറഞ്ഞു. ഞങ്ങളെ കൊണ്ട് പറ്റുന്ന വിധത്തിൽ ഞങ്ങൾ അവരുടെ ആഗ്രഹങ്ങളൊക്കെ അനുസരിച്ച് എടുത്തിട്ടുണ്ട്. ഇനി ഞങ്ങൾ തയ്ച്ചു കൊടുക്കുന്നത് ഇഷ്ടപ്പെടുന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. NSS അസിസ്റ്റന്റ് പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ NA വിനീതിയാണ് ഈ ആശയം മുന്നോട്ട് വെച്ചത്. പ്രോഗ്രാം ഓഫീസർ രേഷ്മ പടിക്കവളപ്പിൽ, പ്രിൻസിപ്പൽ വി സ്മിത, ലാബ് അസിസ്റ്റന്റ് ലിജി തോമസ് എന്നിവരും സഹായത്തിനുണ്ട്. PTA, MPTA, SMC കമ്മിറ്റികളുടെ സഹകരണവും ഇവർക്ക് പ്രോത്സാഹനമാണ്. തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസവും ഇതോടൊപ്പം സാമൂഹ്യ ജീവകാരുണ്യ പ്രവർത്തനവുമാണ് NSS യൂണിറ്റ് ഇത്തരം പ്രവർത്തനങ്ങളിലൂടെ മുന്നോട്ട് വയ്ക്കുന്ന ആശയം. GHSS മരത്തങ്കോടിലെ NSS യൂണിറ്റ് പ്രധാന ലക്ഷ്യം തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം എന്നതാണ്. അതിനുവേണ്ടി നമ്മളുടെ NSS കുട്ടികളെ പ്രാപ്തരാക്കുക എന്നതാണ് NSS യൂണിറ്റിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. നമ്മളുടെ കുട്ടികളെ നമ്മളുടെ NSS യൂണിറ്റിലൂടെ സ്വയം പര്യാപ്തരാക്കുകയും സാമൂഹ്യ സേവനം ഉറപ്പുവരുത്തുകയും എന്നതാണ് നമ്മളുടെ സ്കൂളിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. വ്യത്യസ്തമായ ഒട്ടേറെ ജീവകാരുണ്യ സാമൂഹ്യ പ്രവർത്തനങ്ങളാണ് മരത്തങ്കോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS യൂണിറ്റ് നടത്തിയിട്ടുള്ളത്. ഈ ഓണം വൃദ്ധസദനത്തിലെ മുത്തശ്ശിമാരോടൊത്ത് ആഘോഷിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് NSS വിദ്യാർത്ഥികൾ. TCV ന്യൂസ്, എരുമപ്പെട്ടി. ഒല്ലൂർ എവുപ്രാസേമ തീർത്ഥകേന്ദ്രത്തിലെ തിരുനാളിനോടനുബന്ധിച്ച് നേർച്ച പാക്കറ്റുകൾ ഒരുങ്ങുന്നു. 1,00,000 പേർക്കാണ് നേർച്ച പാക്കറ്റുകൾ തയ്യാറാക്കുന്നത്. ഈ മാസം 29-നാണ് തിരുനാൾ. കൊണ്ടാഴിയിൽ യാത്രക്കാർക്ക് ഭീഷണിയായി ഹരിതകർമ്മ സേനയുടെ മാലിന്യ സംഭരണ കേന്ദ്രം. അത്തിക്കുണ്ട് പ്രദേശത്താണ് മാലിന്യം നിറച്ച ചാക്കുകൾ കൂട്ടിയിട്ടിരിക്കുന്നത്. വാഹനയാത്രക്കാരുടെ കാഴ്ച തടസ്സപ്പെടുത്തും വിധമാണ് മാലിന്യ കൂമ്പാരം. ഇവിടെ മാലിന്യ സംഭരണ കേന്ദ്രം നിർമ്മിക്കുന്നതിനെതിരെ നാട്ടുകാർ പ്രതിഷേധമുയർത്തിയിരുന്നു. അപകടം ക്ഷണിച്ചു വരുത്തുന്ന മാലിന്യ സംഭരണ കേന്ദ്രത്തിന്റെ പ്രവർത്തനം നിർത്തിവെക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. മല പോലെ കുന്നുകൂട്ടിയിരിക്കുന്ന ഒരു വേസ്റ്റ് കൂമ്പാരമാണ്. ഇതിനു മുന്നേ നമ്മൾ ഇവിടെ നമ്മുടെ ഈ കോളനികളെല്ലാവരുമായിട്ട് ഇതിന് പരാതിപ്പെട്ടിട്ട് പഞ്ചായത്തിനകത്ത് രേഖാമൂലം ഇത് കൊടുത്താണ് ഒരു മറി. എന്നിട്ട് നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റും ഈ വാർഡ് BJP ഭരിക്കുന്ന ശ്രീമതി സതി അപ്പത്തും ഇതിന് ഇതുവരെ ഒരു നടപടി എടുത്തിട്ടില്ല. കാരണം ഈ മഴക്കാലങ്ങളും രോഗങ്ങളിലെല്ലാം ഇത് ഈ കോളനികളിൽ വ്യാപകമായി നടക്കുന്ന രോഗങ്ങളെല്ലാം പിടിപെടാൻ സാധ്യതയുള്ളതുകൊണ്ട് ഇത് വീണ്ടും നമ്മുടെ ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് ശശിധര മാഷ മുമ്പിൽ ഞങ്ങൾ പറയുന്ന ഒരു അപേക്ഷ കൂടിയാണിത്. ഇത് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് അതിൻ്റെതായ സാമഗ്രികൾ ഉപയോഗിച്ചുകൊണ്ട് ഇത് മാറ്റാൻ വേണ്ടി ഞങ്ങൾ ഈ പ്രദേശത്ത് എല്ലാവരും കൂടി ഞങ്ങൾ പറയുന്ന ഒരു കാര്യങ്ങളാണ് ഇത്. ചാലിശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ലിറ്റിൽ കൈറ്റ്സ് യൂണിറ്റ് വിദ്യാർത്ഥികൾ റോബോട്ടിക് സാങ്കേതികവിദ്യ ഉപയോഗപ്പെടുത്തി നിർമ്മിച്ച സൃഷ്ടികൾ ശ്രദ്ധേയമാകുന്നു. ദേശീയ ഗാനത്തിന്റെ താളത്തിനനുസരിച്ച് ചലിക്കുന്ന ദേശീയ പതാകയാണ് ഇതിനകം വൈറലായി മാറിയത്. 9ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളുടെ ഈ പ്രവർത്തന നേട്ടം കൈറ്റ്സ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ K. അൻവർ സാദത്ത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തതോടെ നിരവധി പേരാണ് അഭിനന്ദനവുമായി രംഗത്തെത്തിയത്. മാലിന്യ സംസ്കരണത്തിനായി അൾട്രാസോണിക് സെൻസർ ഉപയോഗിച്ച് നിർമ്മിച്ച സ്മാർട്ട് വേസ്റ്റ് ബിന്നും പുതുമയായി. കൈ അടുത്തെത്തുമ്പോൾ സ്വയം തുറന്ന് മാലിന്യം സ്വീകരിക്കുന്ന രീതിയിലാണ് ഇവ നിർമ്മിച്ചത്. ഹരിതമിഷന്റെ മാലിന്യമുക്ത നവകേരളം പദ്ധതികൾക്ക് മാതൃകയാക്കുവാൻ കുട്ടികൾ നിർമ്മിച്ച സ്മാർട്ട് ബിന്നുകൾക്ക് കഴിയും. ലിറ്റിൽ കൈറ്റ്സ് അധ്യാപകരായ സന്തോഷ്, സ്മിത എന്നിവർ നൽകിയ മാർഗനിർദ്ദേശവും പ്രോത്സാഹനവുമാണ് ഈ വിജയങ്ങൾക്ക് പിന്തുണയായത്. 2018-19 വർഷം പാലക്കാട് ജില്ലയിൽ മികച്ച 2ാമത്തെ യൂണിറ്റിനുള്ള പുരസ്കാരം നേടിയ ചാലിശ്ശേരി സ്കൂൾ റോബോട്ടിക്സ് വിദ്യാഭ്യാസത്തിന്റെ സാധ്യതകൾക്ക് മികച്ച പ്രോത്സാഹനമാണ് നൽകുന്നത്. TCV ന്യൂസ്, കുന്നംകുളം. രാജീവ് ഗാന്ധിയുടെ 81ാമത് ജന്മദിനം കടപ്പുറം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി സദ്ഭാവനാ ദിനമായി ആചരിച്ചു. DCC ജനറൽ സെക്രട്ടറി KD വീരമണി ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് നളിനാക്ഷൻ ഇരട്ടപ്പുഴ അധ്യക്ഷത വഹിച്ചു. C. മുസ്താഖ് അലി, KM ഇബ്രാഹിം, KM അബ്ദുൾ ജബ്ബാർ, PA നാസർ, KK വേദുരാജ് തുടങ്ങിയവർ സംസാരിച്ചു. ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ് കരസ്ഥമാക്കിയ കൊണ്ടാഴി പാറമേൽപ്പടി സ്വദേശിനി മേഘന കൃഷ്ണയെ AYF പാറമേൽപ്പടി യൂണിറ്റ് പുരസ്കാരം നൽകി ആദരിച്ചു. AYF ചേലക്കര മണ്ഡലം പ്രസിഡന്റ് PR കൃഷ്ണകുമാർ പുരസ്കാരം നൽകി. പാറമേൽപ്പടി യൂണിറ്റ് വൈസ് പ്രസിഡന്റ് PM വിനോദ്, PK വിഘ്നേഷ്, PS രാഹുൽ, PR നിതീഷ്, PM മനു തുടങ്ങിയവർ പങ്കെടുത്തു. ഓൾ കേരള ബാങ്ക് റിട്ടയറീസ് ഫോറം ജില്ലാ സമ്മേളനം CGPA സംസ്ഥാന പ്രസിഡന്റ് V. ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് CA മോഹൻ അധ്യക്ഷത വഹിച്ചു. മോഹനചന്ദ്രൻ നായർ, A. സിയാവുദ്ദീൻ, T. നരേന്ദ്രൻ, ജെറിൻ K. ജോൺ, A. ജയൻ തുടങ്ങിയവർ സംസാരിച്ചു.
തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. TCVയിലെ നിങ്ങളുടെ ഇഷ്ട അവതാരകർ ഓണവിശേഷങ്ങളുമായി എത്തുന്ന ഓണം ചാറ്റ് ഷോ. മലയാളി ടെലിവിഷൻ പ്രേക്ഷകരുടെ ഇഷ്ടതാരം, സീരിയലുകളിലൂടെ സുപരിചിതനായ നവനീത് കൃഷ്ണ ഓണവിശേഷങ്ങൾ പങ്കുവെക്കുന്നു TCV ചാനലിലൂടെ. TCV ക്യാമ്പസ് ഓണം. തൃശൂർ ജില്ലയിലെ വിവിധ ക്യാമ്പസുകളിലെ ഓണാഘോഷം ഈ ഓണ ദിവസങ്ങളിൽ നിങ്ങൾക്കും കണ്ടാസ്വദിക്കാം. തിരുവോണത്തിന് നിങ്ങളോട് സംസാരിക്കാൻ മാവേലി എത്തുന്നു TCVയിൽ. തത്സമയം നിങ്ങൾക്കും വിശേഷങ്ങൾ പങ്കുവയ്ക്കാം. കളിച്ചിരിയുമായി ഈ ഓണത്തിന് സുന്ദരിമാരെത്തുന്നു TCV ഓണക്കൂട്ടിൽ. ഓണവിപണിയിലെ രുചിക്കൂട്ടുകൾ തേടിയൊരു യാത്ര, ഓണ രുചിക്കൂട്ട്. തിരുവോണ വിശേഷങ്ങൾ പങ്കുവെക്കാൻ നിങ്ങൾ റെഡിയാണോ? കേൾക്കാൻ ഞങ്ങൾ റെഡി. തിരുവോണ ദിവസം രാവിലെ തത്സമയ ഫോണിൻ പ്രോഗ്രാം. ഓണം മലയാളികൾക്ക് സമ്മാനിച്ച ഒരുപാട് ഓർമ്മകളുണ്ട്. ആ കഥകളുമായി TCV പ്രത്യേക പരിപാടി തിരുവോണമുറ്റത്ത്. ഉത്രാട ദിവസം നിങ്ങളുടെ ഓണവിശേഷങ്ങൾ തത്സമയം പങ്കുവെക്കാം ലൈവ് ഫോണിൻ പ്രോഗ്രാമിലൂടെ. ഓണത്തിന്റെ വരവറിയാൻ ഉത്രാടപ്പാച്ചിൽ കണ്ടാൽ മതി. ഉത്രാടപ്പാച്ചിൽ കാഴ്ചകൾ TCVയിലൂടെ ആസ്വദിക്കാം. ഈ ഓണം കളറാക്കാം TCVക്കൊപ്പം. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരമുണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വീണ്ടും വാർത്തകളിലേക്ക്. മെഡിസെപ്പ് പദ്ധതി സർക്കാർ ജീവനക്കാരെയും അധ്യാപകരെയും കൊള്ളയടിക്കുന്നുവെന്നാരോപിച്ച് അധ്യാപക സംഘടനയായ KPSTA ചാവക്കാട് മിനി സിവിൽ സ്റ്റേഷന് മുന്നിൽ സായാഹ്ന ധർണ നടത്തി. UDF നിയോജക മണ്ഡലം ചെയർമാൻ KV ഷാനവാസ് ഉദ്ഘാടനം ചെയ്തു. KPSTA വിദ്യാഭ്യാസ ജില്ലാ പ്രസിഡന്റ് KK ശ്രീകുമാർ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ജെയ്സൺ, സുജ തുടങ്ങിയവർ സംസാരിച്ചു. ഇരുവൃക്കകളും തകരാറിലായ കുടുംബനാഥൻ വൃക്ക മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയയ്ക്ക് സുമനസ്സുകളുടെ സഹായം തേടുന്നു. പെരുവള്ളൂർ പുല്ലൂർ സ്വദേശി പരേതനായ പൂവന്ത്ര കുട്ടൻ മകൻ 56 വയസ്സുള്ള ജോഷിയാണ് ഇരുവൃക്കകളും തകരാറിലായി ഡയാലിസിസ് ചെയ്ത് ജീവിക്കുന്നത്. ദൈനംദിന ചിലവുകൾക്കു പോലും പണമില്ലാതെ വലയുകയാണ് ഈ കുടുംബം. ആശുപത്രിയിൽ ആഴ്ചയിൽ 3 ദിവസം ഡയാലിസിസ് ചെയ്തു വരികയാണ്. വൃക്ക മാറ്റിവെക്കുന്നതിനുള്ള ചികിത്സയും നടക്കുന്നുണ്ട്. ഇതിനാവശ്യമായി ഏകദേശം 15 ലക്ഷത്തോളം രൂപ കണ്ടെത്താൻ ഈ കുടുംബത്തിന് യാതൊരു മാർഗവുമില്ല. ദൗത്യം ഏറ്റെടുത്ത് നടത്തുന്നതിന് മുല്ലശ്ശേരി ഗ്രാമപഞ്ചായത്ത് 2ാം വാർഡ് മെമ്പർ TG പ്രവീൺ ചെയർമാനും PK ഷമ്മികുമാർ കൺവീനറും PG ബാജീബ് ട്രഷററുമായി ചികിത്സാ സഹായ സമിതി രൂപീകരിച്ച് പ്രവർത്തിച്ചു വരുന്നുണ്ട്. സഹായങ്ങൾ ചെയ്യാൻ താൽപ്പര്യമുള്ളവർ ഷീന ജോഷിയുടെ പേരിൽ യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ മുല്ലശ്ശേരി ബ്രാഞ്ചിലുള്ള 551101001351 എന്ന അക്കൗണ്ട് നമ്പറിലേക്ക് സഹായങ്ങൾ നൽകണം. TCV ന്യൂസ്, പാവർട്ടി. വരവൂർ പഞ്ചായത്ത് 13ാം വാർഡ് ദേവിച്ചിറ തൊഴിലുറപ്പ് തൊഴിലാളി സംഗമം തിച്ചൂർ വായനശാല ഹാളിൽ നടന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് VP സുനിത ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ VT സജീഷ് അധ്യക്ഷനായി. CDS അംഗം NK സരോജിനി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പ്രീതി ഷാജു, പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ PK യശോദാമണി, വിമല പ്രഹ്ലാദൻ, അംഗങ്ങളായ VK സേതുമാധവൻ, PK അനിത തുടങ്ങിയവർ സംസാരിച്ചു. പങ്കെടുക്കാൻ പറ്റിയില്ലല്ലോ എന്ന് പറഞ്ഞാൽ വിഷമം. CPM ചാവക്കാട് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംയോജിത കൃഷിക്ക് തുടക്കം കുറിച്ചു. പാലിയൂർ കളത്തിൽ ഷൈനിന്റെ വീട്ടുവളപ്പിൽ ആരംഭിച്ച കൃഷിയുടെ ഉദ്ഘാടനം ഏരിയ സെക്രട്ടറി TT ശിവദാസൻ നിർവഹിച്ചു. കർഷക സംഘം ഏരിയ പ്രസിഡന്റ് MR രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ഏരിയ സെക്രട്ടറി മാലിക്കുളം അബ്ബാസ്, PS അശോകൻ, കോനോത്ത് അക്ബർ തുടങ്ങിയവർ പങ്കെടുത്തു. എല്ലാവരെയും ഈ അവസരത്തിൽ തുടർച്ചയായിട്ട് ഇടക്കഴിയൂർ അയ്യപ്പൻകാവ് ക്ഷേത്ര പരിസരത്ത് പലചരക്ക് കടയിൽ നിന്ന് പട്ടാപ്പകൽ മോഷണം നടത്തിയ പ്രതിയെ മണിക്കൂറുകൾക്കകം ചാവക്കാട് പോലീസ് പിടികൂടി. സാധനങ്ങൾ വാങ്ങിക്കുവാൻ എന്ന വ്യാജേനെത്തി പണം കവർന്ന കാപ്പ കേസിൽ നാടുകടത്തപ്പെട്ട കൊടുങ്ങല്ലൂർ അഴീക്കോട് വലിയറ വീട്ടിൽ സുൽഫിക്കറിനെയാണ് പൊന്നാനിയിൽ നിന്ന് പോലീസ് പിടികൂടിയത്. പോത്തെഴുത്ത് ഷിജിത്തിന്റെ ഉടമസ്ഥതയിലുള്ള പലചരക്ക് കടയിലാണ് മോഷണം നടന്നത്. ബൈക്കിലെത്തിയ ഇയാൾ ആദ്യം കവർ ആവശ്യപ്പെടുകയും പിന്നീട് ചില്ലറ ആവശ്യപ്പെട്ട് കടയുടെ ഉള്ളിൽ കയറി
33,000 രൂപ മോഷ്ടിക്കുമായിരുന്നു. CCTV ക്യാമറയിലെ ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയെ പിടികൂടിയത്. ശരത് സോമൻ, പ്രൊബോഷൻ SI വിഷ്ണു നായർ, ASI ഫൈസൽ, CPOമാരായ ഷിഹാബ്, സുബീഷ് എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ പിടികൂടിയത്. ഇനി നോക്കാം വാണിജ്യം. വീട് മോടി പിടിപ്പിക്കാൻ ആഗ്രഹിക്കുന്നവരുടെ പ്രധാന പർച്ചേസ് ഹബ്ബായി ചാലക്കുടി മാറുകയാണ്. ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിലുള്ള ആളുകൾ ഇപ്പോൾ വീടിനുള്ള പെയിന്റ് തേടിയെത്തുന്നത് കേരള പെയിന്റ്സിന്റെ ചാലക്കുടി ഫാക്ടറി ഔട്ട്ലെറ്റിലാണ്. സാധാരണ പെയിന്റുകളിൽ നിന്നും വ്യത്യസ്തമായി ധാരാളം പ്രത്യേകതകളുമായാണ് ഈ മലയാളി സംരംഭം കേരളത്തിലാകെ ശ്രദ്ധ നേടുന്നത്. കേരളത്തിൽ തയ്യാറാക്കുന്നത് കൊണ്ട് നമ്മുടെ കാലാവസ്ഥയ്ക്ക് ഏറ്റവും അനുയോജ്യമായ പെയിന്റുകളാണ് കേരള പെയിന്റ്സിലുള്ളത്. അതോടൊപ്പം യാതൊരുവിധ ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാകാത്തത് കേരള പെയിന്റിനെ ഏറെ ജനപ്രിയമാക്കുന്നു. പരിസ്ഥിതി സൗഹൃദമായി നൂതന ടെക്നോളജിയിൽ നിർമ്മിക്കുന്നതിനാൽ കൂടുതൽ കവറേജ് ലഭിക്കുന്നുണ്ടെന്നും അതുകൊണ്ട് തന്നെ പെയിന്റിന്റെ അളവ് വളരെ കുറച്ചു മാത്രം മതിയെന്നും കേരള പെയിന്റ്സ് ചെയർമാൻ ജോസഫ് ലിജോ പറഞ്ഞു. ഞങ്ങൾ സത്യത്തിൽ ഒരു ആരോഗ്യ മേഖലയിൽ ഉണ്ടായിരുന്ന ആൾക്കാരാണ്. ആരോഗ്യ മേഖലയിൽ വർക്ക് ചെയ്തപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് ഒരു പെയിന്റ് കൊണ്ട് എന്തൊക്കെ ദോഷഫലങ്ങൾ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ മനുഷ്യന് ദോഷമില്ലാത്ത ഒരു പെയിന്റ് ഉണ്ടാക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ പ്രവർത്തിച്ചു തുടങ്ങിയപ്പോൾ ഒരു എല്ലാവർക്കും സേഫ് ആയിട്ടുള്ള, അത് ഒപ്പം തന്നെ കൂടുതൽ കവറേജ് കിട്ടുന്ന, മണമില്ലാത്ത, എല്ലാവരുടെ ആരോഗ്യത്തെയും സംരക്ഷിക്കുന്ന രീതിയിൽ ഒരു പെയിന്റ് ഉണ്ടാക്കാനായിട്ട് എനിക്ക് സാധിച്ചു. കൂടുതൽ കവറേജ് കിട്ടുന്ന, മണമില്ലാത്ത, ഒരുതരം ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാക്കാത്ത കേരള പെയിന്റ് എല്ലാ വാറന്റിയോടും കൂടിയാണ് കസ്റ്റമേഴ്സിന് ലഭിക്കുന്നത്. വൈറ്റ് സിമെന്റിനും പ്രൈമറിനും പകരമായി ഉപയോഗിക്കുന്ന പ്രത്യേകതരം സീലർ പ്രൈമർ എന്ന പുതിയ പ്രോഡക്റ്റിനും വൻ ഡിമാൻഡാണ്. വിലക്കുറവിൽ കവറേജ് കൂടുതൽ ലഭിക്കുന്ന പെയിന്റ് ചാലക്കുടിയിൽ നിന്നും ലഭ്യമായതോടെ ആവശ്യക്കാർ ഏറുകയും ചെയ്തു. ഇതോടെ കേരളത്തിലുടനീളം ഹോം ഡെലിവറി നൽകാനുള്ള സംവിധാനങ്ങളും കമ്പനി ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഫാക്ടറി നേരിട്ട് നടത്തുന്ന ഔട്ട്ലെറ്റ് ആയതിനാൽ ഇടനിലക്കാരില്ലാതെ ലഭിക്കുന്ന വിലക്കുറവ് പ്രയോജനപ്പെടുത്താൻ ജില്ലയുടെ വിവിധ ഭാഗത്തു നിന്ന് ആളുകൾ എത്തുന്നത് ചാലക്കുടിയുടെ വ്യാപാര മേഖലയ്ക്ക് പ്രയോജനം ചെയ്യും. കേരള പെയിന്റ്സിനെ ബന്ധപ്പെടാനുള്ള നമ്പർ 8111840193. തൃശൂരിലെ ആഭരണ നിർമ്മാണ വിപണന രംഗത്ത് 36 വർഷത്തെ സേവന പാരമ്പര്യമുള്ള TC ഗോൾഡിന്റെ പുതിയ സംരംഭമായ ഹോൾസെയിൽ പ്രീമിയം ജ്വല്ലറി ഷോറൂം അഡോറ ജ്വല്ലേഴ്സ് വിപുലമായ പരിപാടികളോടെ 1ാം വാർഷികം ആഘോഷിച്ചു. തൃശൂർ ഇക്കണ്ടവാര്യ റോഡിലെ അഡോറ ജ്വല്ലേഴ്സ് ഷോറൂമിൽ നടന്ന ചടങ്ങിൽ പെരിഞ്ചേരി സേക്രഡ് ഹാർട്ട് ഷ്രൈൻ വികാരി ഫാദർ ജോബ് പടയാറ്റിൽ ആശീർവാദ കർമ്മം നിർവഹിച്ചു. തൃശൂർ വനിതാ പോലീസ് സ്റ്റേഷൻ ASI അപർണ ലവകുമാർ മുഖ്യാതിഥിയായി. അഡോറോ ജ്വല്ലേഴ്സ് ചെയർമാൻ ബിജു തെക്കിനിയത്ത്, മാനേജിംഗ് ഡയറക്ടർ ആദർശ് B തെക്കിനിയത്ത് എന്നിവരും വിശിഷ്ടാതിഥികളും ചേർന്ന് നിലവിളക്ക് തെളിയിച്ച് കേക്ക് മുറിച്ച് 1ാം വാർഷികാഘോഷത്തിന് ആരംഭം കുറിച്ചു. ഓരോ 30 ഉപഭോക്താക്കളിൽ നിന്നും ഒരാൾക്ക് നറുക്കെടുപ്പിലൂടെ സ്വർണ്ണ നാണയം സമ്മാനിക്കുന്ന ഗിഫ്റ്റ് ഗോൾഡ് കോയിൻ പദ്ധതിയുടെ ഭാഗമായി 12 ഭാഗ്യശാലികൾക്ക് സ്വർണ്ണ നാണയങ്ങൾ വിതരണം ചെയ്തു. കൂടാതെ തിരഞ്ഞെടുത്ത ഉപഭോക്താക്കൾക്ക് ഓണക്കോടിയും നൽകി. തൃശൂർ വനിതാ പോലീസ് സ്റ്റേഷൻ ASI അപർണ ലവകുമാറിനെ ചടങ്ങിൽ ആദരിച്ചു. വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി അഡോറ ജ്വല്ലേഴ്സ് ഉപഭോക്താക്കൾക്കായി സെപ്റ്റംബർ 14 വരെ പ്രത്യേക ഓഫറുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. വിവാഹാഭരണങ്ങൾക്ക് 1.5% മുതലുള്ള പണിക്കൂലി, ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 25%, കാരറ്റിന് 7,000 രൂപ വരെയും കിഴിവ്, 30 ഉപഭോക്താക്കളിൽ ഒരാൾക്ക് നറുക്കെടുപ്പിലൂടെ സ്വർണ്ണ നാണയം തുടങ്ങിയവയാണ് ഓഫറുകൾ. 0% പണിക്കൂലി സ്വർണ്ണ സമൃദ്ധി സേവിംഗ് പ്ലാനിൽ ആദ്യ തവണയിൽ 5% കിഴിവോടെ ചേരാൻ അവസരവുമുണ്ട്. പാരമ്പര്യവും പുതുമയും സമന്വയിക്കുന്ന ഗോൾഡ് ആൻഡ് ഡയമണ്ട് ആഭരണങ്ങളുടെ കമനീയവും വൈവിധ്യമാർന്നതുമായ ശേഖരവുമായി ആഭരണ വിപണന രംഗത്ത് വിശ്വസ്തതയും പുതുമയുമാർന്ന ഷോപ്പിംഗ് അനുഭവം സമ്മാനിച്ച് മുന്നേറുകയാണ് അഡോറ ജ്വല്ലേഴ്സ്. ഇനി നോക്കാം ഇന്നത്തെ സ്വർണ്ണ നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 9,180 രൂപ, പവന് 73,440 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് KSFE ഈ നാടിന്റെ ധൈര്യം. മണ്ണുത്തി എടപ്പള്ളി ദേശീയപാതയിൽ അറ്റകുറ്റപ്പണി ആരംഭിച്ചു. ടോൾ പിരിവ് നിർത്തിവെച്ച ഹൈക്കോടതി ഉത്തരവ് സുപ്രീം കോടതി ശരിവച്ചതിന് പിന്നാലെയാണ് നടപടി.
ആമ്പല്ലൂരിലെ അടിപ്പാത നിർമ്മാണം നിർത്തിവെച്ചു. അപ്രോച്ച് റോഡിലെ മണ്ണുറപ്പിക്കാൻ കഴിയാത്തതാണ് പണി നിർത്തിവെക്കാൻ കാരണം. മത്സ്യത്തൊഴിലാളികളെ ദുരിതത്തിലാക്കി കടൽമാക്രി ശല്യം രൂക്ഷം. കടലിൽ പോകാൻ കഴിയാതെ മത്സ്യത്തൊഴിലാളികൾ. കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡിന്റെ പൂപ്പത്തിയിലെ കേന്ദ്രം കാട് കയറി നശിക്കുന്നു. സാങ്കേതിക തടസ്സത്തിൽ കുരുങ്ങിയതോടെ പണം കിട്ടാതെ നിർമ്മാണം ഉപേക്ഷിച്ച് കരാറുകാരൻ. യറവ് മൃഗാശുപത്രി ശോചനീയാവസ്ഥയിൽ. ജീവനക്കാർ ആശുപത്രിയിൽ എത്തുന്നത് ഇഴജന്തുക്കളെ പേടിച്ച്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.